നമസ്കാരം, വി ടോക്ക് ചാനലിലെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് സർപ്പ നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. നിങ്ങളുടെ വീട്ടിൽ ഈ 6 നക്ഷത്രക്കാർ ഉണ്ടോ? ചോതി, പുണർതം, തിരുവാതിര, അവിട്ടം, ആയില്യം, ഭരണി. ഈ 6 നക്ഷത്രക്കാരെയും സർപ്പ നക്ഷത്രങ്ങൾ എന്നാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. ഇവർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ആളുകളാണ്. ആ നക്ഷത്രങ്ങളെപ്പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതകൾ ശരിയാണോ എന്ന് ഈ വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം കമന്റ് ചെയ്യുക. ഈ 6 നക്ഷത്രക്കാരും നിങ്ങളുടെ ഭവനങ്ങളിലുണ്ടോ എങ്കിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നുചേരുന്നതായിരിക്കും. ഈ നക്ഷത്രത്തിലുള്ളവർ ഭവനങ്ങളിൽ ഉണ്ടെങ്കിൽ ഭവനങ്ങൾക്ക് ഐശ്വര്യം ലഭിക്കും എന്നുള്ളതാണ്. ഈ നാളുകാർ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയായ കാര്യങ്ങളായിരിക്കും. ഈ നാളുകാർ പറയുന്ന കാര്യം അച്ചിട്ടായിരിക്കും. പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ സംഭവിച്ചതായി കാണാൻ കഴിയും. ഈ നാളുകാരുടെ ജനനം തന്നെ ആ ഭവനത്തിലുള്ളവരുടെ ഭാഗ്യം തന്നെയാണെന്ന് പറയാൻ സാധിക്കും. ഭവനങ്ങളിൽ ഈ നാളുകാർ ജനിച്ചാൽ ഭവനത്തിലെ ഭാഗ്യം തെളിയുകയാണെന്ന് തന്നെ പറയാം. ആ ഭവനത്തിൽ ഐശ്വര്യം വന്ന് കയറുകയും വച്ചടി ഉയർച്ചയും ഉണ്ടാകും. ഈ നാളിൽ ജനിച്ച ഒരാളെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതൊരു ഭാഗ്യം തന്നെയാണ്. ജീവിതത്തിൽ എന്നും ഇവർ പോരാളികളായിരിക്കും. ശക്തമായ മനസ്സുള്ളവരാണ് ഇവര്. നല്ല മനക്കെട്ടിയായിരിക്കും ഇവർക്ക്. ഈ നാളുകാർ ജനിച്ചതിനു ശേഷം പല മാറ്റങ്ങളും ഉണ്ടായതായിട്ട് കാണാൻ സാധിക്കും. പല മാറ്റങ്ങളും ഈ നാളുകാർ ജനിച്ചതിനു ശേഷം കാണാൻ കഴിയും എന്നുള്ളതാണ്. ഒരു ഭവനത്തിൽ ഭാഗ്യ നിർഭാഗ്യങ്ങളെ താങ്ങി നിർത്തുന്ന നാളുകാരാണ് ഈ സർപ്പ നക്ഷത്രക്കാർ എന്നു പറയുന്നത്. ഭാഗ്യ നിർഭാഗ്യങ്ങളെ താങ്ങി നിർത്തുന്നതിനാൽ ഭവനങ്ങളിൽ എന്നും ഐശ്വര്യം നിലനിൽക്കും. ഭവനങ്ങളിൽ മോശ സമയം ഉണ്ടാവുകയാണെങ്കിൽ പോലും അത് പെട്ടെന്ന് മാറി നല്ല സമയത്തിലേക്ക് മാറി വരുന്നത് നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. അതായത് ഭാഗ്യത്തെ കൊണ്ടുവരികയും നിർഭാഗ്യത്തെ പോരാടുകയുമാണ് ചെയ്യുന്നത്. ഈ നാളുകാർ ഭാഗ്യത്തെ ഭവനങ്ങളിൽ കൊണ്ടുവരികയും നിർഭാഗ്യത്തെ പോരാടി കീഴടക്കി ഈ നിർഭാഗ്യത്തെ ഭാഗ്യമാക്കാൻ കഴിവുള്ളവരാണ്. ഈ നാളുകാരെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ചില കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മൾ കരുതും. എന്നാൽ ഇവർ പരിശ്രമത്തിലൂടെ ആ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കഠിനാധ്വാനികളാണ് ഈ നാളുകാർ. ചെയ്യുന്ന ജോലികൾ പൂർത്തിയാക്കിയതിനു ശേഷമേ ഇക്കൂട്ടർ വിശ്രമിക്കത്തുള്ളൂ. ഇവരുടെ ജീവിതം തന്നെ ഒരു പോരാട്ടം തന്നെയാണ്. ജീവിതത്തിൽ ഇവർ പോരാടിക്കൊണ്ടിരിക്കും. വിശ്രമം കുറവുള്ളവരാണ്. എപ്പോഴും എന്തെങ്കിലും ജോലികൾ ചെയ്തുകൊണ്ടിരിക്കും. ഈ നാളുകാർ പോരാടി ജീവിക്കുന്നതിനാൽ ഇവ മനസ്സുവെച്ചാൽ ഏതൊരു കാര്യവും നേടിയെടുക്കാൻ കഴിയും. പരിശ്രമിച്ചാൽ ഇവർ തീർച്ചയായും വിജയിച്ചിരിക്കും എന്നുള്ളതാണ്. അതായത് വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണെങ്കിലും യൗവന കാലഘട്ടത്തിലാണെങ്കിലും അവരുടെ വാർദ്ധക്യ കാലഘട്ടത്തിലാണെങ്കിലും അവർ പോരാടിക്കൊണ്ടിരിക്കും. പഠനത്തിലൊക്കെ മികവ് ഉള്ളവരായിരിക്കും. പരിശ്രമിച്ചാൽ തീർച്ചയായും വിജയിച്ചിരിക്കും. ഇക്കൂട്ടർ സർപ്പത്തിന്റെ നാവുള്ളവർ എന്നാണ് പറയുന്നത്. അതായത് എന്തു കാര്യം പറഞ്ഞാലും അച്ചിട്ടായിരിക്കും. ഇക്കൂട്ടർ എന്തു കാര്യം പറഞ്ഞാലും അത് പറഞ്ഞ പോലെ സംഭവിക്കുന്നത് കാണാൻ കഴിയും. അവര് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് അതുപോലെ തന്നെ സംഭവിക്കുന്നതായിരിക്കും. ചില സമയങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ അത് യാഥാർത്ഥ്യമാവുകയും ചെയ്യും. ഈ നാളുകാർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. പറയുന്ന കാര്യങ്ങളിൽ ശരിയായ കാര്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ശരിയാണോ എന്ന് നോക്കുക എന്നുള്ളതാണ്. ഇവരെ അറിയാവുന്നവർക്കറിയാം, ഒരു പ്രത്യേകതയുള്ള നാവായിരിക്കും ഈ 6 നക്ഷത്രങ്ങളായ സർപ്പ നക്ഷത്രക്കാർ എന്ന് പറയുന്നത്. ആർക്കെങ്കിലും ഒരു ആപത്തുണ്ടായാൽ ഓടിയെത്തുന്നവരായിരിക്കും ഇക്കൂട്ടർ എന്ന് പറയുന്നത്. സഹായ മനസ്സുള്ളവരാണ് ഈ നാളുകാർ. ഇവർ ആർക്കെങ്കിലും ആപത്ത് ഉണ്ടായാൽ ഓടിയെത്തും. അറിയാവുന്നവരാണെങ്കിലും അതുപോലെ അറിയാത്ത ഒരു പരിചയവും പോലും ഇല്ലാത്തവരെ വരെ സഹായിക്കുന്നവരാണ് ഇക്കൂട്ടർ. മറ്റുള്ളവരെ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ മനസ്സുള്ളവരാണ്. തിരിച്ചൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഈ നാളുകാർ മറ്റുള്ളവരെ സഹായിക്കാൻ പോകുന്നത്. ഇവർ മറ്റുള്ളവരെ സഹായിക്കുന്നത് തിരിച്ചു സഹായം കിട്ടും, എന്തെങ്കിലും കിട്ടുമെന്നൊന്നുമല്ല. തിരിച്ചു ഒന്നും കിട്ടിയില്ലെങ്കിലും സഹായിച്ചല്ലോ എന്ന് കരുതി സന്തോഷിക്കുന്നവരാണ്. മനസ്സാക്ഷി കൂടുതലുള്ളവരാണ് ഈ നാളുകാർ. പരിധിയിൽ കൂടുതൽ ഇവർ മറ്റുള്ളവരെ സഹായിക്കുന്നതിനാൽ തിരിച്ചു പാരകൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. പരിധിയിൽ കവിഞ്ഞ് സഹായിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം ചെയ്യാൻ. സഹായ മനസ്സ് ഉള്ളതിനാൽ സാമ്പത്തികമായും നഷ്ടങ്ങൾ ഉണ്ടാകാം. വായ്പ കൊടുക്കുന്ന പണം തിരിച്ചു കിട്ടാതെ വരാം. ഇവരുടെ കയ്യിൽ നിന്ന് വായ്പ വാങ്ങിയവർ
പിന്നീട് ഇവരോട് സംസാരിക്കാതെ സഹകരിക്കാതെ ഇരിക്കാം. ശത്രുക്കൾ ഒരുപാടുള്ള നാളുകാരാണിവർ. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ബന്ധുക്കളുമായി സഹകരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അവരോട് സംസാരിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഇവർ സഹായിച്ചവരെല്ലാം നാളുകാർക്ക് ഉപദ്രവമായിട്ടാണ് തിരിഞ്ഞുവന്നത്. ഈ 6 നക്ഷത്രക്കാരും നിസ്സാരക്കാരല്ല. ഈ നക്ഷത്രക്കാർ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയായ കാര്യങ്ങളായി വരുന്നതായിരിക്കും. മുൻപ് ഇവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അച്ചിട്ടായിരിക്കും. അത് അതുപോലെ തന്നെ സംഭവിച്ചിട്ടുള്ളത് അനുഭവമുണ്ടാകും. ഇവർ പറയുന്ന കാര്യങ്ങൾ നിസ്സാരമെന്ന് കരുതി തള്ളിക്കളയരുത്. പറയുന്നതിൽ ചിലപ്പോൾ ശരിയായ കാര്യങ്ങളും ഉണ്ടാകും. അതിനാൽ ശ്രദ്ധിക്കുക. ഈ നക്ഷത്രക്കാര് ഒരു കാര്യവും അങ്ങ് മറന്നു കളയുന്നവരല്ല. ഇവരെ ആരെങ്കിലുമൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് മറന്നു കളയുന്നവരല്ല ഈ നക്ഷത്രക്കാർ. അതായത് ഇവരെ മാനസികമായി തളർത്തിയവരെയും അതുപോലെ പണ്ട് കഠിനമായി ദ്രോഹിച്ചവരോടും ഈ നാളുകാർ ഒരിക്കലും ശത്രുത മാറ്റത്തില്ല. നല്ല വാശിയുള്ളവരായിരിക്കും ഈ സർപ്പനക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. ഈ വാശി ഇവർക്ക് ദോഷവും അതുപോലെ ഗുണവും നൽകുന്നു. ഈ 6 നക്ഷത്രക്കാരും എന്തെങ്കിലും ഒരു കാര്യം നോട്ടമിട്ടാൽ അത് നേടിയെടുക്കുന്നതുവരെ അതിനുവേണ്ടി വലിയ പരിശ്രമമായിരിക്കും. വലിയ കഠിനാധ്വാനികളാണ് ഈ നാളുകാർ. എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് നേടിയെടുക്കാൻ എത്ര വരെ കഠിനാധ്വാനം ചെയ്യാനും ഇവർ തയ്യാറാണ്. ആ ഒരു കാര്യം സാധിക്കും വരെയും അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഈ നാളുകാരെ വാശി പിടിപ്പിക്കരുത്. വാശി പിടിപ്പിച്ചാൽ ഇവർക്ക് വാശി കൂടും. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഈ നാളുകാരെ വാശി പിടിപ്പിച്ചാൽ പിന്നെ ഇവർക്ക് വാശി കൂടും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആരോടെങ്കിലും വാശി പിടിപ്പിച്ചാൽ അത് നമുക്ക് ഗുണം ചെയ്യുമോ അതോ ദോഷം ചെയ്യുമോ എന്ന് സ്വയം വിലയിരുത്തിയതിനു ശേഷം മാത്രം വാശി പിടിക്കുക. ഇങ്ങനെ പറഞ്ഞതിന്റെ പ്രധാന കാരണം എന്നത് പലരും ഇതുപോലെ വാശി പിടിപ്പിക്കും. അങ്ങനെ നമ്മൾ ചെന്ന് വീഴുന്നത് പടുകുഴിയിലായിരിക്കും. അതുകൊണ്ട് ഇവരെ വാശി ആരെങ്കിലും പിടിപ്പിക്കുമ്പോഴും അതുപോലെ സ്വയം വാശി പിടിക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ ചിലർ വാശി പിടിപ്പിക്കുന്നത് നമുക്ക് ഗുണത്തിനാണ്. അതായത് ഉദാഹരണത്തിന് ഒരു ഓട്ടമത്സരത്തിന് ഓഇട്ടി ജയിക്കണം എന്ന് വാശി പിടിപ്പിക്കുന്നത് നമുക്ക് നല്ലതാണ്. എന്നാൽ നമ്മുടെ ഒപ്പം ഓടുന്നവരെ തള്ളി വീഴ്ത്തിയിട്ട് ഓഇട്ടി ഫസ്റ്റ് മേടിക്കാൻ പറയുന്ന വാശി നല്ലതല്ല എന്നുള്ളതാണ്. വാശിയുടെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല ഈ നാളുകാർ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. ഈ നാളിൽ ജനിച്ചവർ ഭവനങ്ങളിലുണ്ടെങ്കിൽ അതൊരു മഹാഭാഗ്യമെന്ന് പറയാൻ കഴിയും. ഈ നാളുകാർ ഭാഗ്യമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഈ നാളുകാർ ഭവനങ്ങളിലുണ്ടെങ്കിൽ അതൊരു മഹാഭാഗ്യമാണ്. കാരണം അത്രയും ഐശ്വര്യങ്ങൾ കൊണ്ടുവരുന്ന നാളുകാരാണിവർ. അതുപോലെ തന്നെ ഭയങ്കര ഈശ്വര വിശ്വാസിയും കൂടിയാണിവർ. ഈശ്വരനെ എപ്പോഴും സ്മരിക്കുകയും ഈശ്വരനെ നിത്യവും ഭജിക്കുന്നവരുമാണ് ഈ നാളുകാർ. ഇവരെ എല്ലാവരും ഒറ്റപ്പെടുത്തിയാലും തന്റെ കൂടെ ഈശ്വരനുണ്ട് എന്നുള്ള വിശ്വാസം ഈ നക്ഷത്രക്കാർക്കുണ്ട്. അതുകൊണ്ട് ഇവരെ ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും ഇവര് വളരെ ശക്തിയായിട്ട് പോരാടി ജീവിക്കും. ആർക്കും ഇവരുടെ മനസ്സ് തളർത്താൻ കഴിയില്ല. തികഞ്ഞൊരു ഈശ്വര വിശ്വാസിയാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത്. ഈശ്വര വിശ്വാസിയായതിനാൽ ഇവർക്ക് എന്നും ഈശ്വരൻ തുണയായി ഉണ്ടാകും. ഇങ്ങനെ ഈ നാളുകാർ വീട്ടിലുണ്ടെങ്കിൽ അതൊരു മഹാഭാഗ്യമെന്ന് തന്നെ പറയാൻ സാധിക്കും. നമ്മുടെ ഇന്നത്തെ അധ്യായം അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.